ഫൈനലി വിഗംസ് ഒരുമിച്ചുള്ള കോമ്പറ്റീഷൻ സീനും അടക്കമുള്ള എല്ലാ തിയേറ്ററിൽ കാണുകയാണ്. എന്താണ് എക്സ്പീരിയൻസ് ഓഡിയൻസിനോട്? ഇല്ല, ഞാൻ ലാസ്റ്റ് തിയേറ്ററിൽ കണ്ടത് 2020 ആണ്. ഇവർ രണ്ടുപേരും മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് അഭിനയിച്ച സിനിമ 2020 കണ്ടത്. കടൽ കടന്നൊരു മാത്തുകൂടി ഞാൻ തിയേറ്ററിലല്ല കണ്ടത്. ഇപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷം തിയേറ്ററിൽ എനിക്ക് ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയത് മാത്രമല്ല, ഞാനൊരു ഭാഗമാണ്. ഒരുപാട് അഭിമാനമുള്ള ഒരു മൊമെൻ്റാണ്. അതൊരു ഈസി എക്സ്പീരിയൻസ് അല്ല. ഫൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പൊടി കാൽക്കുലേഷൻ മാറി ഒരാൾക്കൊരു ഇഞ്ചുറി വരും. നമ്മൾ ഒരാളെ അറ്റാക്ക് ചെയ്യണം, അഭിനയിക്കുകയും വേണം. ആൻഡ് യു ഹാവ് ടു ബി എക്സ്ട്രാ കെയർഫുൾ. നൗ വി ആർ ഓപ്പോസിറ്റ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റാർസ് ഇൻ ദ കൺട്രി. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അത് അങ്ങനെ വലിയ പരിക്കില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ള ഭാഗ്യം. അതിൽ ഒരുപാട് സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ, മൂവി നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ആ ഫുട്ടേജ് നമുക്ക് വേണമെങ്കിൽ ആ സമയത്ത് കാണാം, ക്യാമറയുടെ മോണിറ്ററിലോ അല്ലെങ്കിൽ നമുക്ക് സ്പോട്ട് എഡിറ്റിലോ കാണാം. മ്യൂസിക് വെച്ചിട്ട് ഇപ്പോഴാണ് കാണാം. DI കഴിഞ്ഞ് മ്യൂസിക്കിൽ കാണും. സുഷിൻ സാറിൻ്റെ മ്യൂസിക്കിൽ കാണുമ്പോൾ ഇത് വേറൊരു ഫീൽ. ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അപ്പോൾ വിചാരിച്ച സാധനം സ്ക്രീനിൽ വരുമ്പോൾ വലിയൊരു എക്സ്പീരിയൻസ്. അതെ, അത് ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ പാറ്റേണിൽ പറഞ്ഞുകൊണ്ടാണ് നമുക്കത് കൂടുതൽ ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഈസിലി ഒരു ഡോക്യുമെൻ്ററി ടൈപ്പായി പോകുന്നൊരു കഥയാണ്. മനസ്സിലായില്ല, ഇത്രയും എൻ്റർടൈനിങ് ആയിട്ട് അത് മാനു സാറിൻ്റെ വർക്ക് ആസ് എ DOP, മഹേഷ് സാറിൻ്റെ എഡിറ്റിംഗ് ആൻഡ് ഹിസ് ഡിറക്ഷൻ, പ്ലസ് സുഷിൻ സാറിൻ്റെ മ്യൂസിക്, ഈ കോമ്പിനേഷൻ പെർഫെക്റ്റ്ലി വർക്ക് ചെയ്തു. ദാറ്റ്സ് വൈ ഇത്രയും നല്ല ആക്ടേഴ്സ് വന്ന് മനോഹരമായിട്ട് കഥ പറയാൻ പറ്റിയത്. ഫഹദ് ഫാസിലിനെ പോലെ ഒരു ആക്ടർ അപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക്, അല്ലെങ്കിൽ രാജീവ് മേനോൻ സാറിനെ പോലെ നിൽക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇത്രയും നമ്മുടെ ഹാർട്ടിലേക്ക് വരുന്നത്. ഹൗ ഡേഞ്ചറസ് ദ എക്വിപ്മെൻറ്റ് യു ആർ ഹോൾഡിംഗ് റൈറ്റ് നൗ ക്യാൻ ബി. ഫാദ്കയായിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ്. ഫാദ്കയായിട്ട് ഞാൻ ആ സീനിൽ വർക്ക് ചെയ്യുമ്പോൾ ഷോട്ട് കഴിഞ്ഞാൽ ഫാദ്ക ആലോചിച്ച് കോൺവെർസേഷൻ ഉണ്ടാക്കിയിട്ട് സംസാരിക്കും. അതായത് ഞാൻ ഫാദ്കയുടെ ഹോസ്റ്റലായിട്ടായിരുന്നു. ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഫാദ്ക 8th or 9th ആണ്. അന്നത്തെ കാര്യമൊക്കെ ചോദിക്കും. ശ്രാവൺ മുകേഷ് സാറിന് പറഞ്ഞു അവൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചൊക്കെ നല്ല രസമാണ് ഫാദ്കയോടൊപ്പം വർക്ക് ചെയ്യാൻ. ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യും. ഈ കൺഫേം ദാറ്റ് ഫാദ്ക ഫിലിം സ്കൂളിൽ പോയിട്ടില്ല, ആക്ടിങ് പഠിച്ചിട്ടില്ല. നമ്മൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയ ഒരു ക്രൗഡ്, ഏറ്റവും അപ്ഡേറ്റഡ് ആയ പ്രേക്ഷകരാണ്. അപ്പോൾ വേൾഡ് സിനിമയിൽ തന്നെ. അപ്പോൾ ഈ ടോപ്പിക്ക് തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മലയാളി ഓഡിയൻസ് തന്നെയായിരിക്കും.